Hello friends, welcome to Partnership Accounts Part 5. Today we are discussing another problem on dissolution. Hardy, Beatty, Teddy were partners sharing profit and losses in the ratio 3:2:1. മൂന്ന് പാർട്ട്നേഴ്സാണ് ഈ ഫേമിലുള്ളത്. ഹാർഡി, ബേഡി, തേഡി. അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2:1. Their balance sheet as on 31st December 2014, on which date the firm was dissolved, was as follows. 31st December 2014 ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ദിവസം ഫേം ഡിസോൾവ് ആകുകയാണ്. ലയബിലിറ്റി സൈഡ് നോക്കുക. ക്രെഡിറ്റേഴ്സ് 21,000, ബിൽസ് പേബിൾ 2,800, മിസ്സസ് ഹാർഡീസ് ലോൺ 3,800, ബേഡീസ് ലോൺ 5,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,800, ക്യാപിറ്റൽ ഹാർഡി 18,000, ബേഡി 12,000, തേഡി 6,000. ഇവിടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആയിട്ട് വരുന്ന ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, മിസ്സസ് ഹാർഡീസ് ലോൺ. മിസ് ഹാർഡി എന്ന് പറയുന്നത് ഹാർഡിയുടെ വൈഫാണ്. അത് ഫേമിനെ സംബന്ധിച്ച് ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബേഡി പാർട്ട്ണറാണ്, കൊണ്ട് തന്നെ പാർട്ട്ണറുടെ ലോണ് നമുക്ക് ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അസറ്റ് സൈഡിൽ ക്യാഷ് 5,900, ഡെറ്റേഴ്സ് 20,800 ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 800. ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറഞ്ഞിട്ടുള്ള 20,000 ആണ് എമൗണ്ട് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്ക് 18,500, ഫർണിച്ചർ 6,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷനാണ്. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓൺ ഡിസൊല്യൂഷൻ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് etc. realized for rupees 18,500 and 16,200. ഡെറ്റേഴ്സ് 18,500 നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് 16,200 റിയലൈസ് ചെയ്തു. ഹാർഡി ടുക്ക് ഓവർ ഫർണിച്ചർ ഫോർ rupees 8,000. ഹാർഡി ബിസിനസ്സിൻ്റെ ഫേമിൻ്റെ ഫർണിച്ചർ 8,000 ടേക്ക് ഓവർ ചെയ്തു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെയർ ടേക്കൺ ഓവർ ബൈ ബേഡി ഫോർ rupees 22,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേറൊരു പാർട്ട്ണറായ ബേഡി 22,000 ടേക്ക് ഓവർ ചെയ്തു. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ. ക്രെഡിറ്റേഴ്സിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല. ക്രെഡിറ്റേഴ്സ് ഫുൾ എമൗണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഹാർഡി എഗ്രീഡ് ടു ഡിസ്ചാർജ് ദ ലൈബിലിറ്റി ഓൺ ബിൽസ് പേയബിൾ. ഹാർഡി ബിൽസ് പേയബിളിൻ്റെ മേലുള്ള ലൈബിലിറ്റി ഏറ്റെടുക്കുകയാണ്. മിസ്സസ് ഹാർഡീസ് ലോൺ ഈസ് പെയ്ഡ് ഇൻ ഫുൾ. മിസ്സസ് ഹാർഡീസ് ലോണ് ഫുള്ളായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നു. ദർ വാസ് എ ലൈബിലിറ്റി ഓഫ് rupees 600 ഫോർ റിപ്പയർ ബിൽ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്താനായിട്ടുണ്ടായിരുന്നു. അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ടിങ് ടു rupees 1,400 ഈസ് പെയ്ഡ് ബൈ തേഡി. റിയലൈസേഷൻ എക്സ്പെൻസ് 1,400 തേഡിയാണ് പേയ്മെൻറ്റ് നടത്താൻ പോകുന്നത്. ഗീവ് ജേർണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദ ഫേം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജേർണൽ എൻട്രീസ് എഴുതാനും അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ എൻട്രീസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൊടുക്കുമ്പോൾ പ്രൊവിഷൻ ഒഴിച്ചുള്ള എമൗണ്ട് വേണം കൊടുക്കാനായിട്ട്. പ്രൊവിഷൻ കുറയ്ക്കാതെയുള്ള എമൗണ്ട് ഫുൾ എമൗണ്ട് 20,800 കൊടുക്കുക. സ്റ്റോക്ക് 18,500 ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് തന്നെയാണ്. ഫർണിച്ചർ 6,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്. ഓരോ അസറ്റിനെയും ഇൻഡിവിജ്വലായിട്ട് വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. ദെൻ ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ്. ഔട്ട്സൈഡ് ലയബിലിറ്റീസാണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ക്വസ്റ്റ്യൻ നോക്കുക. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, മിസ്സസ് ഹാർഡീസ് ലോൺ.
അപ്പോൾ 3 ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 21,000, ബിൽസ് പേയബിൾ 2,800, മിസ്സസ് ഹാർഡീസ് ലോൺ 3,800 ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതിൻ്റെ ടോട്ടൽ 3ൻ്റെയും കൂടെ ടോട്ടലാണ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മറ്റ് ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ പ്രൊവിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് 800 ആണ്. ആ 800 ആയിട്ടുള്ള ആ എമൗണ്ട് തന്നെ നമ്മൾ ജേർണൽ എൻട്രിയിൽ കൊടുക്കുക. നെക്സ്റ്റ് ലയബിലിറ്റീസ് അക്കൗണ്ടിൽ, ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റാണ്. മുൻ വർഷങ്ങളിലെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. 1,800 ആണ് ഇവിടെ എമൗണ്ട് തന്നിരിക്കുന്നത്. നമ്മൾ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട് 3:2:1. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് ആണ്. ലയബിലിറ്റി സൈഡ് തന്നിരിക്കുന്നുണ്ട്, അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എൻട്രി വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 1,800, ടു ഹാർഡീസ് ക്യാപിറ്റൽ 900, ടു ബേഡീസ് ക്യാപിറ്റൽ 600, ടു തേഡീസ് ക്യാപിറ്റൽ 300. നെക്സ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രിയാണ്. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടുകൾ എല്ലാം കൂടെ കൂട്ടിയുള്ള എമൗണ്ടാണ് ഇവിടെ എൻട്രിയിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്യുമ്പോൾ 18,500 കിട്ടുന്നുണ്ട്. സ്റ്റോക്ക് റിയലൈസ് ചെയ്യുമ്പോൾ 16,200 കിട്ടുന്നുണ്ട്. ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന 34,700 ആണ് നമ്മൾ എൻട്രിയിൽ കാണിക്കേണ്ട എമൗണ്ട്. നെക്സ്റ്റ് അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. പാർട്ട്നേഴ്സ് അസറ്റ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഹാർഡി ടുക്ക് ഓവർ ഫർണിച്ചർ ഫോർ ₹8,000 ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെയർ ടേക്കൺ ഓവർ ബൈ ബേഡി ഫോർ ₹22,000. ഇവിടെ ഹാർഡി ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, ബേഡി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000, ടു ബേഡീസ് ക്യാപിറ്റൽ ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000, ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 22,000, ടു റിയലൈസേഷൻ 30,000. ഇവിടെ ഒറ്റ എൻട്രി ആയിട്ടോ 2 എൻട്രി ആയിട്ടോ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒറ്റ എൻട്രി ആയിട്ട് കൊടുക്കുമ്പോൾ ടു റിയലൈസേഷൻ എന്നുള്ളിടത്ത് രണ്ടും കൂടെ ആഡ് ചെയ്തുള്ള എമൗണ്ട് കൊടുക്കുക. ഇതല്ലെങ്കിൽ നമുക്ക് ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000, ടു റിയലൈസേഷൻ 8,000 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 22,000, ടു റിയലൈസേഷൻ 22,000 ഇങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒറ്റ എൻട്രി ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ. ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡീസ് ലോണ്, മിസ്സിസ് ഹാർഡീസ് ലോണ് ഫുള്ളായിട്ട് പേയ്മെൻറ്റ് നടത്തിയതായിട്ടും ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. മിസ്സിസ് ഹാർഡീസ് ലോൺ ഈസ് പെയ്ഡ് ഇൻ ഫുൾ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഇവിടെ ഫുള്ളായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആ പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റിൽ നിന്ന് പോകുന്നുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരിക്കും എൻട്രി വരുന്നത്. 2 ഔട്ട്സൈഡ് ലയബിലിറ്റീസും പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എമൗണ്ട് ആഡ് ചെയ്തുള്ള എമൗണ്ടാണ് നമ്മൾ എൻട്രിയിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. ബിൽസ് പേയബിളിൻ്റെ ലൈബിലിറ്റി ഇവിടെ ടേക്ക് ഓവർ ചെയ്യുന്ന ഹാർഡി ആണെന്ന് പറയുന്നുണ്ട്.
ഹാർഡി എഗ്രി ടു ഡിസ്ചാർജ് ലൈബിലിറ്റി ഓൺ ബിൽസ് പേയബിൾ. അപ്പോൾ ഹാർഡി ബിൽസ് പേയബിളിൻ്റെ ലൈബിലിറ്റി ഫുള്ളായിട്ട് മീറ്റ് ചെയ്യാവുന്ന സമ്മതിച്ചിരിക്കുകയാണ്. അത് നമുക്ക് എൻട്രി ആയിട്ട് കൊടുക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഹാർഡീസ് ക്യാപിറ്റൽ എന്നാണ് എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഹാർഡീസ് ക്യാപിറ്റൽ. ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ബിൽസ് പേയബിൾ ടേക്ക് ഓവർ ചെയ്യുന്ന ഹാർഡിയാണ്. അതുകൊണ്ട് തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഹാർഡീസ് ക്യാപിറ്റൽ എന്ന് എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് ഒരു റിപ്പയർ ബില്ല് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കാര്യം വരുന്നുണ്ട്. ഒരു അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആയിരുന്നു. അതായത് ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ലൈബിലിറ്റിയുടെ കാര്യമൊന്നും പറയുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. എമൗണ്ട് 600 കൊടുക്കുക. നെക്സ്റ്റ് പാർട്ട്ണറുടെ ലോണ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. പാർട്ട്ണറുടെ ലോൺ പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ ഇവിടെ ലോണ് എടുത്തിരിക്കുന്ന ബേഡിയാണ്. ബേഡീസ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നായിരിക്കും എൻട്രി കൊടുക്കേണ്ടത്. ഇതിന് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധമില്ല. ബേഡീസ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എൻട്രി കൊടുക്കുക. ബേഡീസ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നെക്സ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. 1400 പേയ്മെൻറ്റ് നടത്തുന്നത്. അത് പേയ്മെൻറ്റ് നടത്തുന്ന പാർട്ട്ണറായിട്ടുള്ള തേഡിയാണ്. അപ്പോൾ തേഡി റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി കൊടുക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു തേഡീസ് ക്യാപിറ്റൽ എന്ന് എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് ലെഡ്ജർ ബൂസ്റ്റിംഗ്. നമുക്ക് ആദ്യത്തെ എൻട്രി ലെഡ്ജറിലേക്ക് ബൂസ്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടാണ് ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റുകൾ ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ഡെറ്റേഴ്സ് എമൗണ്ട് 20,800. ടു സ്റ്റോക്ക് 18,500. ടു ഫർണിച്ചർ അക്കൗണ്ട് ടു ഫർണിച്ചർ 6,000. ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000. ഇനി സെക്കൻഡ് എൻട്രി ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടത്. എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് മിസ്സസ് ഹാർഡീസ് ലോൺ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നായിരുന്നു. ബൈ ക്രെഡിറ്റേഴ്സ് 21,000. By bills payable 2,800. By Mrs. Hardy's loan. Mrs. Hardy's loan 3,800. പ്രത്യേകം ശ്രദ്ധിക്കുക, മിസസ് ഹാർഡീസ് ലോണ് തേർഡ് പാർട്ടി ലൈബിലിറ്റി ആണ്, ഔട്ട്സൈഡ് ലൈബിലിറ്റി ആണ്. പാർട്ട്ണറുടെ ലോൺ മാത്രമാണ് നമ്മൾ തേർഡ് പാർട്ടി ലൈബിലിറ്റി അല്ലാതെ കണക്കാക്കുന്നത്. മിസസ് ഹാർഡീസ് ലോണ് റിലേറ്റീവ്സിൽ നിന്നുള്ള ലോണാണ്. മിസസ് ഹാർഡി എന്ന് പറയുന്ന റിലേറ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് തേർഡ് പാർട്ടി ലൈബിലിറ്റി ആണ്. നെക്സ്റ്റ് എൻട്രി അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്.
പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. Provision for doubtful debt 800. Next entry, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഡെബിറ്റ് ചെയ്യണം. ഇവിടെ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. എമൗണ്ട് കൊടുക്കാം. ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 900, ബേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 600, കെഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 300. നെക്സ്റ്റ് ക്യാഷ് റിലീസ് ചെയ്യുന്നതാണ്. അസറ്റ് റിലീസ് ചെയ്ത് ക്യാഷ് കിട്ടുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അസറ്റുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഡെറ്റേഴ്സ് 18,500 ആണ് റിലീസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. സ്റ്റോക്ക് 16,200 ആണ് റിലീസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. ടോട്ടൽ 34,700. നെക്സ്റ്റ് അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്നതാണ്. പാർട്ട്നേഴ്സ് അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇങ്ങനെ രണ്ട് അസറ്റുകളാണ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഹാർഡിയും ബേഡിയുമാണ് ഇവിടെ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതായിട്ട് പറയുന്നത്. ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000. 8,000 വരെയുള്ള ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്യുന്ന ഹാർഡിയാണ്. ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 22,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 22,000 ടേക്ക് ഓവർ ചെയ്യുന്ന ബേഡിയാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ഹാർഡീസ് ക്യാപിറ്റൽ by Hardy's Capital 8,000. By Hardy's Capital 8,000. By Bady's Capital 22,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലേക്കാണ്. അസറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്യാഷ് എന്ന് വരും, ക്രെഡിറ്റ് സൈഡിലാണ്. അസറ്റ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ വരും. ഏത് പാർട്ട്ണറാണോ ടേക്ക് ഓവർ ചെയ്ത് ആ പാർട്ട്ണറെ ആയിരിക്കും റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് 21,000 പേയ്മെന്റ് നടത്തുന്നുണ്ട്. മിസ്സസ് ഹാർഡീസ് ലോണ് 3,800 പേയ്മെന്റ് നടത്തുന്നുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ്. രണ്ട് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേയ്മെന്റ് നടത്തുന്നതിന്റെ ടോട്ടൽ ആയിട്ടുള്ള 24,800 ഇവിടെ എഴുതുക. 24,800. നെക്സ്റ്റ് ഹാർഡി ബിൽസ് പേയബിൾ ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈബിലിറ്റീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ലൈബിലിറ്റീസ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ടു ക്യാഷ് എന്ന ഡെബിറ്റ് സൈഡിൽ വരും. ലൈബിലിറ്റീസ് ഏതെങ്കിലും പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ടു എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലാണ് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുന്നത്. ടു ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,800. 2,800. നെക്സ്റ്റ് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആയിട്ടുള്ള റിപ്പയർ ബില്ല് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് നടത്തുന്നതാണ്. ഏത് പേയ്മെന്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ടു ക്യാഷ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്.
ഇവിടെ ലൈബിലിറ്റി റെക്കോർഡർ ആണെങ്കിലും അൺറെക്കോർഡർ ആണെങ്കിലും റിയലൈസേഷൻ അക്കൗണ്ടിൽ പേയ്മെന്റ് നടത്തുന്നതിന്റെ എൻട്രി കാണിക്കുന്ന വ്യത്യാസമൊന്നുമില്ല. റെക്കോർഡ് ലൈബിലിറ്റി ആണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന്റെ എൻട്രിയും കൂടെ കാണും. പേയ്മെന്റ് നടത്തുന്നതിന് റെക്കോർഡർ ആണെങ്കിലും അൺറെക്കോർഡർ ആണെങ്കിലും ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് 600 കൊടുക്കുക. അതുപോലെ തന്നെ അസറ്റിന്റെ കേസിൽ അസറ്റ് ആണെങ്കിലും റെക്കോർഡഡ് അസറ്റ് ആണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്ന എൻട്രി കാണും. ക്യാഷ് ആക്കുന്നത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞു വരും. റെക്കോർഡഡ് അസറ്റ് ആണെങ്കിലും അൺറെക്കോർഡ് ലൈബിലിറ്റി ആണെങ്കിൽ അൺറെക്കോർഡ് അസറ്റ് ആണെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞേ വരുള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനത്തെ കേസ് വരുന്നില്ല. നെക്സ്റ്റ്, ലോണ്. ബേഡിയുടെ ലോണ് പേയ്മെന്റ് നടത്തുന്നതാണ്. പാർട്ട്ണറുടെ ലോണാണ്. ബേഡിയുടെ ലോണ് പേയ്മെന്റ് നടത്തുന്നതാണ്. ബേഡീസ് ലോൺ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ എൻട്രി വരുന്നില്ല. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻട്രി വരുന്നില്ല. ക്യാഷ് അക്കൗണ്ടിൽ എൻട്രി വരുന്നുണ്ട്. ബൈ ബേഡീസ് ലോൺ, ബൈ ബേഡീസ് ലോൺ 5,000 എമൗണ്ട് കൊടുക്കുക. നെക്സ്റ്റ്, റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു തേഡീസ് ക്യാപിറ്റൽ എന്നാണ് ഇവിടെ എൻട്രി വരുന്നത്. കാരണം തേഡിയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെന്റ് നടത്തുന്നത് ടു ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ക്യാഷിന് പകരമായിട്ട് ഇവിടെ ടേക്ക് ഓവർ ചെയ്യുന്ന തേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. $1,400 ആണ് എമൗണ്ട് വരുന്നത്. പിന്നെ റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ടോട്ടല് 94,900 കൊടുക്കുക. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരിക എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ലോസ് ഓൺ റിയലൈസേഷൻ ആണ്. ലോസ് വരുന്ന എമൗണ്ട് 1,800 ആണ്. അതിനെ നമുക്ക് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. 3:2:1 ആണ്. ഹാഡിക്ക് 900, ഹാഡി 900, ബേഡി 600, തേടി 300. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് പുതിയതായിട്ട് എൻട്രി കിട്ടി. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ എന്നാണ് എൻട്രി കിട്ടിയത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ടു റിയലൈസേഷൻ എന്ന് നമുക്ക് എൻട്രി കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിയലൈസേഷൻ ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റിലായിരിക്കും വരുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആയിരിക്കും വരുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൂടാൻ കാരണമാകുന്ന എൻട്രി ആയിട്ടുള്ള പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യും. റിയലൈസേഷൻ ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയാൻ കാരണമാകുന്ന എൻട്രിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എൻട്രിയുടെ പോസ്റ്റിംഗ് വരുന്നത് ഡെബിറ്റിലായിരിക്കും. നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. ബൈ ബാലൻസ് ഡ്രോഡൌൺ. ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ അവൈലബിൾ ആണ്. ഹാരിയുടെ 18,000, ബേഡിയുടെ 12,000, തേഡിയുടേത് 8,000. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്
ബാലൻസ് ഷീറ്റിൽ തന്നിട്ട് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ഉള്ളതായിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബൈ റിയലൈസേഷൻ. നമുക്ക് ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് നോക്കാം. ബൈ റിയലൈസേഷൻ 2800 ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 2800 വരണം. ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 2800 വരണം. ബിൽസ് പേയ്ഡ് ടേക്കൺ ഓവർ ചെയ്തതാണ്. എൻട്രി എന്ന് പറഞ്ഞാൽ വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഹാർഡീസ് ക്യാപിറ്റൽ എന്നായിരുന്നു. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്ത സമയത്ത് ആ സമയം തന്നെ കൊടുക്കേണ്ടതായിരുന്നു. ഇനി വരുന്നത് തേഡീസ് ക്യാപിറ്റൽ ഉണ്ട്. ബൈ റിയലൈസേഷൻ തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1400 കൊടുക്കുക. ഇത് റിയലൈസേഷൻ എക്സ്പെൻസുകൾ തേടി ടേക്ക് ഓവർ ചെയ്തതിന്റെയാണ്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുക. ബൈ ഹാർഡീസ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ ഹാർഡീസ് ക്യാപിറ്റലില് 8000 വന്നിരിക്കുന്നത് ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നതാണ്. ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്ത എൻട്രി ആണ്. നെക്സ്റ്റ് ടു റിയലൈസേഷൻ വേഡീസ് ക്യാപിറ്റലില് 22,000 ഇത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടേക്ക് ഓവർ ചെയ്തതാണ്. വേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നായിരുന്നു എൻട്രി വന്നത്. അതിന്റെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ലോസ് ഓൺ റിയലൈസേഷൻ ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 900, വേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 600, തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 300. ഇപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതിനായിട്ടുള്ള എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് വരുന്നത് ടു ക്യാഷ് ഓർ ബൈ ക്യാഷ് ആയിരിക്കും. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതാണ്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതാണ്. ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്, ഫേമിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ടോട്ടൽ വരുന്നത് 21,700 ആണ്. 21,700 ബാലൻസ് ചെയ്യുന്നത് ബാലൻസ് ഫിഗർ ആയിട്ട് വരുന്നത് 12,800 ആണ്. അതിനർത്ഥം ഹാർഡി ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 12,800 വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ബേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. 22,600 ആണ് വരുന്നത്. 22,600 കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്യുക. 10,000 ആണ് ബാലൻസ് വരുന്നത്. അതിനർത്ഥം ബേഡി ബിസിനസ്സിലേക്ക് അഡീഷണൽ ആയിട്ട് ക്യാഷ് 10,000 കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അടുത്ത തേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ. 7,700 ആണ് ടോട്ടൽ വരുന്നത്. 7,700 ബാലൻസ് വരുന്നത് ഡെബിറ്റിലാണ്.
7,400 ആണ് ബാലൻസ് വരുന്നത്. അതിനർത്ഥം ഡിസൊല്യൂഷന് ശേഷം തേടി ഫേമിൽ നിന്ന് ക്യാഷ് 7,400 വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നു എന്നാണ്. നമുക്ക് ഈ അക്കൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എൻട്രി കിട്ടുന്നുണ്ട്. ക്യാഷ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന്റെയാണ് 1, 2 ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിന്റെയാണ്. ഈ എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത് ക്യാഷ് അക്കൗണ്ടിൽ മാത്രമാണ്. ഇനി ക്യാഷ് അക്കൗണ്ടിലേക്ക് പോകാം. ക്യാഷ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് എപ്പോഴും ഡെബിറ്റിലായിരിക്കും. ടു ബാലൻസ് ബ്രോഡൌൺ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് ആണ് 5,900. ടു റിയലൈസേഷൻ ഇവിടെ ക്യാഷ് വന്നിരിക്കുന്നത് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ബൈ ക്യാഷ് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 34,700 വന്നിട്ടുണ്ട്. ഇനി ടു ക്യാഷ് വരുന്നത് നോക്കുക. റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ് വരുന്നത് ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റിംഗ് വരുന്നത്. ക്യാഷ് വന്നിരിക്കുന്നത് ക്യാഷ് കൊടുത്തിരിക്കുന്ന 24,800 ലൈബിലിറ്റീസ് പേയ്മെന്റ് നടത്തിയ എമൗണ്ട് ആണ്. ടു ക്യാഷ് 600 വന്നിട്ടുണ്ട്. ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അൺറെക്കോർഡഡ് ലൈബിലിറ്റി പേയ്മെന്റ് നടത്തുന്നതാണ്. ഇനി പാർട്ണർ ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഫേമിലേക്ക് കൊണ്ടുവന്നത് ഏതൊക്കെ പാർട്ട്നേഴ്സ് ആണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്? ബേഡി മാത്രമാണ് അഡീഷണൽ ക്യാഷ് കൊണ്ടുവന്നിട്ടുള്ളത്. ബൈ ടു ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഹാഡി ബൈ ഹാഡീസ് ക്യാപിറ്റൽ 12,800. തേഡീസ് ക്യാപിറ്റൽ 7,400. ക്യാഷ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ടോട്ടൽ 50,600 ആണ്. ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും വരികയില്ല. ക്യാഷ് അക്കൗണ്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വന്ന ക്ലോസ് ചെയ്ത എൻട്രീസ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ ബൈ ക്യാഷ് കൊണ്ടുവരുന്നതാണ്. ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അത് ടു ബേഡീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്യാഷ് അക്കൗണ്ടിൽ വന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്നത് ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് വരുന്നത് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ സെക്ഷനിൽ നിന്ന് ക്യാഷ് പോയി. ആരൊക്കെയാണ് വിഡ്രോ ചെയ്തത്? ബൈ ഹാഡീസ് ക്യാപിറ്റൽ 12,800. ബൈ തേഡീസ് ക്യാപിറ്റൽ 7,400. നമുക്ക് ആൻസർ ഒന്നുകൂടി നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഈ അസറ്റുകളെല്ലാം ബുക്ക് വാല്യൂവിൽ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതാണ്. ഔട്ട്സൈഡ് ലൈബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, മിസ്സിസ് ഹാഡീസ് ലോൺ, ഇത് മൂന്ന് ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതിന് തൊട്ട് താഴെ ബൈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, അസറ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷനാണ്. ഡെറ്റേഴ്സിൻ്റെ പ്രൊവിഷൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇനി ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട്, ഇവിടെ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സും മിസ്സിസ് ഹാഡീസ് ലോണുമാണ് ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്.
അത് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അക്കൗണ്ട് സ്റ്റോക്കും ഡെറ്റേഴ്സും റിയലൈസ് ചെയ്തിരിക്കുന്ന എമൗണ്ടാണ്. ക്യാഷായിട്ട് കിട്ടുന്നത് 34,700, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 34,700 ഇനി ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് റിപ്പയർ ബില്ല് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അത് പേയ്മെൻറ്റ് നടത്തിയ എൻട്രിയാണ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത് ഒരു അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ലായിരുന്നു. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആകുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയത്. അതിന് തൊട്ട് താഴെ ടു ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ബിൽസ് പേബിൾ എന്ന് പറയുന്ന ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ഹാർഡിയാണ്. അതിൻ്റെ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, മിസസ് ഹാർഡീസ് ലോൺ, ഈ ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഈ ലൈബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ട്രാൻസാക്ഷൻ ഉണ്ടായാലും അത് ഡെബിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇപ്പം റിയലൈസ് ചെയ്ത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, അതായത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ടു ക്യാഷ് എന്ന് എൻട്രി വരും. ഏതെങ്കിലും പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ടു ദാറ്റ് പർട്ടിക്കുലർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അതിന് തൊട്ട് താഴെ ടു തേർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. നമ്മൾ സാധാരണ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിലൊക്കെ ക്യാഷ് ആയിട്ടാണ് റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയിരുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ടു ക്യാഷ് എന്നായിരുന്നു എൻട്രിയുടെ പോസ്റ്റിംഗ് വന്നിരുന്നത്. ഇവിടെ ഇപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് തേർഡി എന്ന് പറയുന്ന പാർട്ട്ണർ പേയ്മെൻറ്റ് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാഷിന് പകരം ടു തേർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരിക്കും എൻട്രിയുടെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. നമ്മൾ അസറ്റുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് സൈഡിൽ, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയാണ്. ഈ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അസറ്റുകൾ റിലീസ് ചെയ്ത് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ക്യാഷ് എന്ന് വരും. നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് റിലീസ് ചെയ്തിരിക്കുന്ന 34,700 ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അസറ്റ് ഏതെങ്കിലും പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഏത് പാർട്ട്ണറാണോ ടേക്ക് ഓവർ ചെയ്ത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്യുന്ന ഹാർഡി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ ഹാർഡീസ് ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. ഏത് വിലയ്ക്കാണോ ടേക്ക് ഓവർ ചെയ്യുന്നത് ആ വില കൊടുക്കുക. തൊട്ട് താഴെ ബൈ ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടേക്ക് ഓവർ ചെയ്യുന്നത് ബേഡിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ ബേഡീസ് ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ 94,900 ടോട്ടൽ വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് വേണം ബാലൻസ് ചെയ്യാനായിട്ട്. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് ലോസ് ആയിരിക്കും. ലോസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. 3:2:1 ആണ് ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ബാലൻസ് ഫിഗറായിട്ട് വരുന്നത് 1,800 ആണ്. അതിനെ നമ്മൾ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം ഹാർഡിക്ക് 900, ബേഡിക്ക് 600, തേർഡിക്ക് 300 എമൗണ്ടുകൾ കിട്ടും. ഈ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എൻട്രി കിട്ടും. റിയലൈസേഷൻ ലോസ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിന് സ്വാഭാവികമായിട്ടുള്ള ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പ്രോഫിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടണം. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് വരണം.
ഇവിടെ റിയലൈസേഷൻ ലോസ് ആണ്. ലോസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ ബാലൻസ് കുറയും. ഇവിടെ ബാലൻസ് കുറയുന്നതിന് വേണ്ടി എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിവൈഡ് ചെയ്തെടുത്ത അതേ എമൗണ്ടുകൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഹാർഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 900, ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 600, തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 300 ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം ബൈ ബാലൻസ് ബ്രോ ഡൗൺ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഹാർഡിയുടെ 18,000 ആണ്, ബേഡിയുടെ 12,000 ആണ്, തേഡിയുടെ 6,000 ആണ്. അത് നമ്മൾ ആദ്യം തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് കൊടുക്കുക. ഇനി ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് 1,800 കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലയബിലിറ്റി സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റാണ് സൂചിപ്പിക്കുന്നത്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റാണ്. തൊട്ട് മുമ്പിലത്തെ വർഷങ്ങളിലേക്ക് പ്രോഫിറ്റ് ആയിരിക്കാം. നമ്മളത് എല്ലാ പാർട്ട്നേഴ്സിനും ആയിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. 1,800നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ബിൽസ് പേബിൾ ടേക്കൺ ഓവർ ചെയ്തതിൻ്റെയാണ്. ബിൽസ് പേബിൾ ടേക്കൺ ഓവർ ചെയ്തിരിക്കുന്ന ഹാർഡിയാണ്. അതുകൊണ്ട് തന്നെ ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കോളത്തിൽ വേണം എമൗണ്ട് കൊടുക്കാനായിട്ട്. ബിൽസ് പേബിൾ ടേക്കൺ ഓവർ ചെയ്ത എമൗണ്ട് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്താവുന്ന ഏറ്റതാരായിരുന്നു? തേഡിയായിരുന്നു. അതുകൊണ്ട് തേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കോളത്തിൽ വേണം കൊടുക്കാനായിട്ട്. ഇനി ഡെബിറ്റ് സൈഡിൽ ടു റിയലൈസേഷൻ അക്കൗണ്ട് അസറ്റ് ടേക്കൺ ഓവർ ചെയ്തതാണ്, ഫർണിച്ചർ ടേക്കൺ ഓവർ ചെയ്തതാണ്, ഹാർഡിയാണ് ടേക്കൺ ഓവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാർഡിയുടെ കോളത്തിൽ 8,000 കൊടുക്കുക. നെക്സ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ് ടേക്കൺ ഓവർ ചെയ്തതാണ്, ബേഡിയാണ് ടേക്കൺ ഓവർ ചെയ്തത്. അതുകൊണ്ട് ടേക്കൺ ഓവർ ചെയ്ത എമൗണ്ട് ബേഡിയുടെ കോളത്തിൽ കൊടുക്കുക. ടു റിയലൈസേഷൻ അക്കൗണ്ട് ലോസ് ഓൺ റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയ എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുത്തതാണ് ലോസ് ഓൺ റിയലൈസേഷൻ. അത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും കോളത്തിൽ കൊടുക്കുക. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഏത് സൈഡിലാണോ എമൗണ്ട് കൂടുതലുള്ളത് ആ സൈഡിൽ ടോട്ടൽ എടുക്കുക. അതേ ടോട്ടൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കൊടുക്കുക. ഇവിടെ ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും തേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കൂടുതൽ വന്നിരിക്കുന്നത്. ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 21,700 വന്നിരിക്കുന്നത്. തേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 7,700 വന്നിരിക്കുന്നത്. ബാലൻസ് ചെയ്യേണ്ട ഡെബിറ്റ് സൈഡിലാണ്. ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് കൊടുക്കുക. ഹാർഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 12,800 കിട്ടുന്നത്. തേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 7,400 കിട്ടുന്നത്. ടു ക്യാഷ് എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യുക. അത് ബാലൻസ് ഫിഗറായിട്ട് കിട്ടുന്ന എമൗണ്ടാണ്. അത് പാർട്ട്നേഴ്സ് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുക.
ബേഡിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത് 22,600. അതേ എമൗണ്ട് തന്നെ, ടോട്ടൽ എമൗണ്ട് തന്നെ എടുത്ത് ക്രെഡിറ്റ് സൈഡിലും കൊടുത്തു. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ബാലൻസ് വരുന്നത് 10,000 ആണ്. ഈ ബാലൻസ് ഫിഗർ സൂചിപ്പിക്കുന്നത് കുറവ് വന്ന ക്യാഷ് ബേഡി എന്ന് പറയുന്ന പാർട്ട്ണർ ഫേമിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ്. ഇവിടെ നമുക്ക് 2 എൻട്രീസാണ് കിട്ടുന്നത്. 2 പാർട്ട്നേഴ്സ് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഹാഡിയും തേഡിയുമാണ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ക്യാഷ് ഓർഗനൈസേഷനിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ക്യാഷിന് ക്രെഡിറ്റ് വരും. വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ പാർട്ട്ണറുടെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റലിൻ്റെ ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ അക്കൗണ്ടുകളെ ഡെബിറ്റ് ചെയ്യണം. ഹാഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 12,800, തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 7,400 ടു ക്യാഷ് എന്നായിരിക്കും എൻട്രി വരുന്നത്. നെക്സ്റ്റ്, ബേഡി എന്ന് പറയുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകാൻ ഇല്ലാതെ വന്നത്. വിഡ്രോ ചെയ്തുകൊണ്ട് പോകാനില്ല എന്ന് മാത്രമല്ല, ക്യാഷ് കുറവായിരുന്നതുകൊണ്ട് ബേഡി എന്ന് പറയുന്ന പാർട്ട്ണർ ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. 10,000 കൊണ്ടുവന്നത്. ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ക്യാഷ് ഓർഗനൈസേഷനിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ബേഡി എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ബാലൻസും കൂടി അയാൾ ക്യാപിറ്റലിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ക്യാപിറ്റൽ ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ അക്കൗണ്ടിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 എമൗണ്ട് കൊടുക്കുക. നെക്സ്റ്റ്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളാണ് ക്യാഷ് അക്കൗണ്ടിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് ടു ബാലൻസ് ഡ്രോഡൗൺ. ക്യാഷിൻ്റെ ബാലൻസ് ആണ്. അത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലുണ്ട്. ക്യാഷ് 5,900 ആണ് തന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റ് റിയലൈസ് ചെയ്ത് ക്യാഷ് കിട്ടിയത് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. ഇവിടെ പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് ക്യാഷ് കിട്ടുന്നില്ല. ഓർഗനൈസേഷന് അസറ്റ് വിറ്റ് ക്യാഷ് എത്ര കിട്ടിയോ അത് മാത്രമാണ് നമ്മളിവിടെ എടുക്കേണ്ടതായിട്ടുള്ളത്. 34,700 ആണ് എമൗണ്ട് വരുന്നത്. ഇനി ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരുന്ന മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഒരു പാർട്ട്ണർ മാത്രം ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ബേഡി എന്ന് പറയുന്ന പാർട്ട്ണറാണ് ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 10,000 ടു ബേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർഗനൈസേഷനിൽ നിന്ന് ഏതൊക്കെ മാർഗ്ഗത്തിലാണോ ഓർഗനൈസേഷനിൽ നിന്ന് പോയിരിക്കുന്നത് അതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സും മിസ്സിസ് ഹാഡീസ് ലോണുമാണ് ഓർഗനൈസേഷൻ ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഈ ഔട്ട്സൈഡ് ലയബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റിയുടെ കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു. റിപ്പയർ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നത്. അത് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 600 ആണ്. അത് റെക്കോർഡ് ചെയ്യുക. ബൈ ബേഡീസ് ലോൺ അക്കൗണ്ട്. ബേഡി എന്ന് പറയുന്ന പാർട്ട്ണർ ഓർഗനൈസേഷന് ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓർഗനൈസേഷൻ റീപേ ചെയ്യുകയാണ്. അപ്പം ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. ബേഡീസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരിക്കും എൻട്രി വരുന്നത്. ബൈ ബേഡീസ് ലോൺ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം.
എമൗണ്ട് 5,000 ആണ്. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ഓർഗനൈസേഷനിൽ നിന്ന് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എൻട്രിയാണ്. ഇവിടെ ഹാഡിയും തേടിയും ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടുകളാണ്. ആ എൻട്രിയും കൂടെ കൊടുക്കുക. ബൈ ഹാഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,800, ബൈ തേഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 7,400. രണ്ട് സൈഡും ക്യാഷ് അക്കൗണ്ടിൻ്റെ ഈക്വലായിട്ട് വരും. ഇവിടെ ബാലൻസ് ഒന്നും വരികയില്ല. Thank you for watching this video.